അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഹോർമൂസ് കടലിടുക്കിൻ്റെ ചരിത്രം എന്താണ്? എന്തുകൊണ്ടാണ് അതിന് ഇത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക്. പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഈ പാത ഭൂമിശാസ്ത്രപരമായി ചെറുതാണെങ്കിലും അത്യന്തം തന്ത്രപ്രധാനമാണ്. ഇതിൻ്റെ ഒരു വശത്ത് ഇറാനും മറുവശത്ത് ഒമാൻ, UAE എന്നീ പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ കടലിടുക്കിലൂടെയാണ് ലോകത്തിലെ ആകെ എണ്ണ കയറ്റുമതിയുടെ 20% കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡി എന്നാണ് ഈ പ്രദേശം വിശേഷിപ്പിക്കപ്പെടുന്നത്. ചരിത്രപരമായി നോക്കിയാൽ പുരാതന കാലം മുതൽക്കേ വ്യാപാര രാഷ്ട്രീയ മേഖലകളിൽ ഈ കടലിടുക്കിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പഴയകാലത്ത് അറേബ്യ, ഇന്ത്യ, പേർഷ്യ, ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യാപാര കപ്പലുകൾ ഈ പാതയെയാണ് ആശ്രയിച്ചിരുന്നത്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് സാമ്രാജ്യം ഈ മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കുകയും ഹോർമൂസ് ദ്വീപ് പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് പേർഷ്യൻ ഭരണാധികാരികൾ ഇതിൻ്റെ നിയന്ത്രണം തിരിച്ചുപിടിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്തും ഇന്ത്യയിലേക്കുള്ള സുപ്രധാന വ്യാപാരപാത എന്ന നിലയിൽ ഈ കടലിടുക്കിൻ്റെ സുരക്ഷയ്ക്ക് വലിയ മുൻഗണന നൽകിയിരുന്നു. ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിൽ ഹോർമൂസ് കടലിടുക്കിൻ്റെ പ്രസക്തി പ്രധാനമായും എണ്ണ ഗതാഗതവുമായി ബന്ധപ്പെട്ടതാണ്. സൗദി അറേബ്യ, കുവൈത്ത്, ഇറാഖ്, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയും പ്രകൃതിവാതകവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ വഴിയിലൂടെയാണ്. അതിനാൽ ഈ മേഖലയിലുണ്ടാകുന്ന നേരിയ സൈനിക സംഘർഷമോ തടസ്സങ്ങളോ പോലും ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിക്കുന്നതിനും സാമ്പത്തിക പ്രതിസന്ധികൾക്കും കാരണമാകും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള രാഷ്ട്രീയ പോരുമുറുകുമ്പോൾ ഹോർമൂസ് കടലിടുക്ക് വാർത്തകളിൽ നിറയാറുണ്ട്. തങ്ങൾക്കെതിരെ ഉപരോധമോ ആക്രമണമോ ഉണ്ടായാൽ ഈ കടലിടുക്ക് അടക്കുമെന്ന് ഇറാൻ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ്. ചരിത്രത്തിൽ പലതവണ ഈ പ്രദേശം സംഘർഷഭരിതമായിട്ടുണ്ട്. 1980-കളിലെ ഇറാൻ-ഇറാഖ് യുദ്ധകാലത്ത് ടാങ്കർ യുദ്ധമെന്നറിയപ്പെടുന്ന ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം എണ്ണക്കപ്പലുകൾ ആക്രമിച്ചിരുന്നു. ഇതോടെ കപ്പൽ യാത്ര സുരക്ഷിതമല്ലാതാവുകയും അമേരിക്കയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ നാവികസേനയെ ഇവിടെ വിന്യസിക്കുകയും ചെയ്തു. 2010-കളിൽ ഇറാൻ്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധമേർപ്പെടുത്തിയപ്പോഴും ഹോർമൂസ് കടലിടുക്ക് സംഘർഷ കേന്ദ്രമായി മാറി. ഡ്രോൺ ആക്രമണങ്ങളും കപ്പലുകൾ പിടിച്ചെടുക്കുന്ന സംഭവങ്ങളും ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യത്തിലും ഹോർമൂസ് കടലിടുക്കിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. പശ്ചിമേഷ്യയിലെ പ്രത്യേകിച്ചും ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക രാഷ്ട്രീയ തർക്കങ്ങൾ ഈ മേഖലയെ സങ്കീർണമാക്കുന്നുണ്ട്. ഗാസയിലെ യുദ്ധവും അതിനെ തുടർന്നുണ്ടായ പ്രാദേശിക സംഘർഷങ്ങളും ഈ കടൽപാതയിലെ കപ്പലുകൾക്ക് ഭീഷണിയായിട്ടുണ്ട്. വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ അമേരിക്കയും സഖ്യകക്ഷികളും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കടലിടുക്ക് ഏറെ നിർണായകമാണ്. കാരണം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ ഭൂരിഭാഗവും ഈ പാതയിലൂടെയാണ് കടന്നു വരുന്നത്. ചുരുക്കത്തിൽ ഹോർമൂസ് കടലിടുക്ക് എന്നത് കേവലം ഒരു ജലപാത മാത്രമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയം, സമ്പദ്വ്യവസ്ഥ, സൈനിക തന്ത്രങ്ങൾ എന്നിവയുടെ സുപ്രധാന കേന്ദ്രമാണ്. പശ്ചിമേഷ്യയിലെ അസ്ഥിരത തുടരുന്നിടത്തോളം കാലം ഈ പ്രദേശം ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി തുടരുമെന്ന കാര്യം ഉറപ്പാണ്.